ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് നല്ല ശീലങ്ങൾ. അത് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പ്രധാനപ്പെട്ട ഒരു 8 ശീലങ്ങളാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു പേഴ്സണായിട്ട്, നല്ലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളൊക്കെ ഒഴിവാക്കി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആളായിട്ട് നമുക്ക് മാറാൻ കഴിയും. എല്ലാ പോയിൻറ്റ്സും നമുക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും കുറച്ച് പോയിൻറ്റ്സ് ആയാലും മതി. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ നമ്മളിത് 1-2 ദിവസം ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ശീലിച്ച് നോക്കിയാൽ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്കത് തരും കേട്ടോ. എല്ലാ കഴിവ് കൊണ്ടും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ നമ്മളത് ഉണ്ടാക്കിയെടുത്താൽ നമുക്കും പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ആദ്യത്തെ കാര്യമാണ് നമ്മളൊന്ന് പുഞ്ചിരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ ഒന്ന് എഴുന്നേൽക്കുക. നമ്മുടെ മക്കളോടൊക്കെ നമ്മളൊന്ന് പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, അങ്ങനെ ആരും ആയിക്കോട്ടെ, അങ്ങനെ നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് അവർക്കും ഉണ്ടാക്കും നല്ലൊരു മാറ്റം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്നത് നമുക്കും നല്ലൊരു കുളിർമ തരുന്ന കാര്യമാണ്. ഒന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് നോക്കിയേ, അത് നമ്മൾക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾക്കറിയുന്ന ആരെങ്കിലും റോഡിൽ കൂടി പോവുകയാണെങ്കിൽ ഒന്ന് എതിരെ പോകുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. ചിലപ്പം അവർ പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കരുതും, വലിയ ശാട്ടിക്കാരൻ അല്ലെങ്കിൽ വലിയ ഇൻകമുള്ള ആൾ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കരുതുക. നമ്മളിപ്പോൾ ഞാൻ ചില സമയത്ത് നമ്മൾ ആരോടെങ്കിലും ചിരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം എന്തോ അവരങ്ങനെ ചിരിക്കാത്തവരാണെങ്കിൽ നമുക്കൊരു ഉള്ളിലൊരു അവരങ്ങനെ വലിയ ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ദേഷ്യക്കാരിയാണ്, അങ്ങനെ ഒരു മൈൻഡ് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും ഒന്ന് പുഞ്ചിരിക്കുക. ഒരു പുഞ്ചിരി മുഖത്ത് വരുന്നത് അത് നല്ലതല്ലേ, നമ്മുടെ പേശിയൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടാനും എല്ലാത്തിനും നല്ലതല്ലേ ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരി നമ്മുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുക. നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും, അതുപോലെ നമ്മുടെ മോർണിംഗ് ടൈം പ്രൊഡക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മടിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യുക. എനിക്ക് പറ്റും എന്നുള്ള ആ ഒരു തിങ്ക് നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതിനോടൊപ്പം നല്ലൊരു റൊട്ടീൻ കൂടി ഫോളോ ചെയ്യുന്നത് നമ്മുടെ പണികളും എല്ലാം, നമ്മുടെ മോർണിംഗും ഒക്കെ ഒരു പ്രൊഡക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു റൊട്ടീനും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് നല്ല ഉന്മേഷത്തോടെയൊക്കെ എനർജറ്റിക് ആയിട്ടൊക്കെ എഴുന്നേൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ക്ഷീണം, വയ്യായ്മ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുക. അതിപ്പോൾ നമ്മുടെ ജോലിയിലാണെങ്കിൽ കുറച്ച് സമയം, എല്ലാ സമയവും ജോലി ഈ വീട് പണിയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റം നമുക്ക് അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അതിൽ നിന്ന് എല്ലാ ജോലികളുണ്ടെങ്കിലും അതവിടെ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. പിന്നെ രാവിലെ ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ഒരു നല്ല ഒരു ഫ്രഷ് മൈൻഡ് കൊടുക്കുക. അതുപോലെ രാവിലത്തെ നടത്തം അതും നല്ലതാണല്ലേ നമ്മുടെ ബോഡിക്ക്. അപ്പം രാവിലെ ഒന്ന് നടക്കുക. അപ്പോൾ വഴിയിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നടക്കുമ്പം തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കിട്ടും. ധാരാളം വെള്ളം കുടിക്കുക. പലപ്പോഴും നമ്മൾ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല. സമയത്തിനും നേരത്തിനും ഒന്നും ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒട്ടും ആ ഒരു സമയം നമ്മൾ വെള്ളം പിന്നെ കുടിക്കാം എന്നുള്ള ആ ഒരു രീതി നമ്മൾ മാറ്റി വെക്കുക. അപ്പം ധാരാളം വെള്ളമൊക്കെ കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയും വീക്കാവും, പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ വരാൻ അത് കാരണമാവും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ നമ്മളും ഒന്ന് ആരോഗ്യകരമായി നിന്നാലേ നമ്മളുടെ ചുറ്റിലുള്ളവരും ആർക്കും അതൊരു പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇതുപോലെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സോങ് കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ടോക്സ് കേൾക്കാം. ഒരുപാട് മോട്ടിവേഷൻ ടോക്സ് നമുക്കിപ്പോൾ ലഭ്യമാണല്ലോ. അപ്പം നമ്മൾ ഫോണിലോ റേഡിയോ എന്തെങ്കിലും വെച്ചിട്ട് അതും കൂടെ നമ്മുടെ കിച്ചണിലെ ടൈമിലോ നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് നമ്മുടെ ജോലി ഭാരം ഒന്ന് കുറയ്ക്കുകയും ചെയ്യും, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുകയും ചെയ്യും.
അതുപോലെ കുറേ ദുആകൾ, പ്രാർത്ഥനകളൊക്കെ അതൊക്കെ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്രഷ് ആക്കി തരും. നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാതിരിക്കുക. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക എന്നുള്ളത്. പലപ്പോഴും എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ ഒരു നെഗറ്റിവിറ്റി. അതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലാണ് അധികവും. നമുക്ക് മറ്റൊരു പണിയും ഇല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ച് കാട് കയറും. അതിപ്പോൾ ചിലപ്പോൾ അസുഖങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലി പ്രോബ്ലംസ് ആവാം, ഹസ്ബൻഡും വൈഫും തമ്മിലാവാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് എല്ലാം കാട് കയറി ചിന്തിച്ച് അവസാനം നമുക്ക് തന്നെ ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ ജോലിയിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേണ്ടത്ര നമുക്ക് നമ്മുടെ മക്കളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലായി പോകും. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നമ്മൾ ഓവർകം ചെയ്യുക. അതിൽ നിന്നും നമ്മൾക്ക് ഒന്ന് പുറത്തോട്ട് വരാൻ കഴിയണം. ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു അവസരം ഇല്ലാണ്ടായി പോവും. അതുപോലെ ഹാപ്പിനെസ് കിട്ടില്ല. നമുക്ക് എപ്പോഴും സങ്കടവും കരച്ചിലും ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മളുടെ മൈൻഡും ഒട്ടും ശരിയാവില്ല. മൊത്തത്തിൽ ഒരു ഇരുണ്ട അവസ്ഥയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചായിരിക്കും നമുക്ക് ആലോചന ഉണ്ടാവുക. നമ്മൾ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചെയ്തു, അപ്പോൾ നമ്മൾ അവരോട് എന്നും ആ ഒരു തോട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പം ആ ഒരു കാര്യം ഇങ്ങനെ കയറി വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവരുത്. ആ ഒരു കാര്യത്തെ നമ്മൾ ഓവർകം ചെയ്യണം. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ഇന്നത് ചെയ്തു, അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുക. എന്തിനാ വെറുതെ ഓരോ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച്, അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മളങ്ങ് പാടേ വിടുക. നമ്മൾക്ക് കഴിഞ്ഞ കാര്യം കൊണ്ട് ഒന്നും കിട്ടാനില്ല. എന്തെങ്കിലും നല്ല പാഠങ്ങളുള്ളതാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാം. അല്ലാത്തതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുക. പഴയ കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കി നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ല ഒരു വ്യക്തിത്വം നേടിയെടുക്കാൻ പറ്റും. വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതാണ് 5ാമത്തെ പോയിൻ്റ്. അപ്പോൾ നല്ല ഒരു ചുറ്റുപാടും നല്ല ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾക്കും നല്ല ഒരു പോസിറ്റീവായിരിക്കും. അപ്പോൾ നന്നായിട്ട് വീടും വൃത്തിയാക്കിയിട്ടിരിക്കുക. എപ്പോഴും നല്ല ഒരു ചുറ്റുപാടായിരിക്കണം നമ്മൾക്ക്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡും നല്ല ഒരു ഹാപ്പി ആവും. നമുക്കും അതൊരു നല്ലൊരു സന്തോഷം തരും. നല്ല വൃത്തിയുള്ളൊരു വീടാണെങ്കിൽ അവിടെ നെഗറ്റിവിറ്റി കുറവായിരിക്കും. അവിടെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും. ആ ഒരു നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ നമ്മുടെ വീടും നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കുക, പരിസരവും വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് അത് നല്ല ഒരു മേജർ പോയിൻ്റാണ് കേട്ടോ. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടമ്മമാരോടാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് ഒരു സ്ഥലത്ത് ചിലപ്പം ആ ഒരു ടൈമിൽ നമ്മൾ വെക്കുന്നുണ്ടാവില്ല. അത് അതേ സമയം നമ്മൾ എടുത്ത് അതേ ഒരു സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവില്ല. അല്ലെങ്കിൽ ഡ്രസ്സെല്ലാം അപ്പം മടക്കി വെച്ച് കഴിഞ്ഞാൽ, അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഭാരമാവില്ല. അത് ഒരുപാട് കുന്നുകൂടി വരില്ല. അപ്പം അതൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. 6ാമത്തെ പോയിൻ്റ് നല്ലൊരു പെരുമാറ്റം, നല്ലൊരു ബിഹേവിയർ. അത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും മുമ്പിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ ആവാമെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാവരുടെയും മുന്നിൽ സ്റ്റാർ ആവാൻ ആഗ്രഹം ഉള്ളവരായിരിക്കും എല്ലാവരും. അപ്പം അതിന് നമ്മൾക്ക് പറ്റുകയെന്ന് പറയുന്നതാണ് നമ്മുടെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ സംസാരം നമ്മൾ അധികം ഷൗട്ട് ചെയ്യാണ്ട്, അധികം ഒച്ചയിൽ സംസാരിക്കാണ്ട് ശബ്ദം കുറച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല അച്ചടക്കത്തോടു കൂടി സംസാരിക്കുക. നല്ല ഡ്രസ്സിങ് ആയിരിക്കണം. അതിനെ നമ്മുടെ ഒരുപാട് മുഷിഞ്ഞ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ലാതെ, വീട്ടിലും അതേപോലെ നമ്മുടെ ജോലി കഴിഞ്ഞ് ആ ഒരു ഡ്രസ്സോടെ വിയർപ്പ് അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഡ്രസ്സ് ധരിച്ച് പറ്റുന്ന പോലെ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെ ധരിച്ച് നിൽക്കുന്നത് അതും കൂടി നമ്മുടെ ഒരു പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കാതെ സൗമ്യമായിട്ട് സംസാരിക്കുക. അത് നമ്മുടെ മക്കളോടാവാം. അപ്പം നമ്മളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പം അവരും അത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ മക്കൾക്കും കൂടി ഒരു അങ്ങനെയുള്ള ആ ഒരു സംസാരത്തിൽ അവരും അത് പകർത്തിയെടുത്ത നാളത്തെ തലമുറയാണ് അവർ. അപ്പോൾ അത് ഇല്ലാണ്ട് നല്ല സൗമ്യമായിട്ട് അവരോടും സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ വീട്ടിലുള്ള പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് പോകുമ്പോഴും നമ്മൾ താനെ നമ്മളുടെ ആ ഒരു സ്വഭാവ രീതി അങ്ങനെയായിരിക്കും. ചിലപ്പം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നവരാണെങ്കിൽ പുറത്ത് പോയാൽ അവർ അതേപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മിതമായ ശബ്ദത്തിൽ സൗമ്യമായിട്ട് സംസാരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. 7ാമത്തെ പോയിൻ്റാണ് സേവിങ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ്.
ഒരു വരവ് ചിലവ് കണക്കൊക്കെ നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം നാളെ ഓർത്തിട്ട് എന്തെങ്കിലും നമ്മളൊന്ന് സ്വരൂപിച്ച് വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് നാളെ അഥവാ അങ്ങനെ ഒരു തിടുക്കം, അങ്ങനെ പെട്ടെന്ന് ഒരു ഇല്ലായ്മയിലേക്ക് നമ്മൾ പോവില്ല. അപ്പം നമ്മൾ അടിച്ചു പൊളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ടൈം നമ്മൾ അടിച്ചു പൊളിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സമയം അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങ് പോകും. അപ്പം നാളേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതി വെക്കണ്ടേ, അപ്പം നമുക്കൊരു കണക്കുണ്ടായിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നും ഈ ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളറിയില്ല എന്താ എവിടെയാണ് പോകുന്നത് തീരുന്നതെന്ന്. അപ്പം നമ്മളൊരു ലിസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഊഹം കിട്ടും എവിടെയൊക്കെ നമ്മുടെ ചിലവ് പോകുന്നു, എവിടെ നമുക്ക് അനാവശ്യ ചിലവ് വരുന്നു എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ആ ഒരു ദൂർത്തടിച്ച ലൈഫ് അല്ലെങ്കിൽ വേണ്ടാത്ത അനാവശ്യ ചിലവുകളൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. മറ്റുള്ളവരെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെ കണ്ട് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ലൈഫ് സ്റ്റൈൽ കണ്ട് നമ്മൾ ജീവിക്കാതെ നമുക്ക് ഉള്ളതുപോലെ നമ്മൾ ജീവിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഇല്ലായ്മയിലേക്ക് പോവില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പം നമുക്ക് ഉള്ളതുപോലെ നമ്മൾ ജീവിക്കുക, സേവ് ചെയ്ത് വെക്കുക. മെജോറിറ്റി ഹൗസ് വൈഫ്സ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ എടുക്കുക എന്നുള്ളത് അത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി എന്തെങ്കിലും ചെറിയ കാര്യത്തിനായിരിക്കും, അപ്പം ഹസ്ബൻഡിനോട് ചോദിക്കാതെ എന്തെങ്കിലും ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന ചിലവിന് ഒരു ചെറിയ പൈസ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് ഗുണമുണ്ടാവുന്നതാണ്. അതുപോലെ ഇപ്പം നമുക്ക് അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ കുറച്ച് പൈസ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ചെറിയൊരു കുറച്ച് കുഴപ്പമില്ലാത്തൊരു എമൗണ്ടിൽ നമുക്കത് കിട്ടും. 8ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ആക്കുക. നമ്മളത് ഒരു നെഗറ്റീവ് ചിന്തയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്നൊന്നും മാറി നിൽക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നെഗറ്റീവ് ചിന്തകളുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോൾ അത് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മളും അതൊരു നെഗറ്റീവ് ആവാണ്ട് നമ്മളൊരു പോസിറ്റീവുള്ള ആളായി വരികയാണെങ്കിൽ അത് നമ്മുടെ നല്ല ഒരു സൂപ്പർ ലേഡി അല്ലെങ്കിൽ നല്ല ഒരു പെരുമാറ്റത്തിന് ഉടമയുള്ള ഒരാളാക്കി മാറ്റും. ഇപ്പോൾ നെഗറ്റീവുള്ള ആളുകളാണെങ്കിൽ അവരോട് കൂട്ടുകൂടാൻ ആളുകൾ കുറവായിരിക്കും. പോസിറ്റീവ് മൈൻഡുള്ള ആളുകളാണെങ്കിൽ അവരോട് കൂട്ടുകൂടാൻ ഒരുപാട് പേരുണ്ടാവും. അവരോട് സംസാരിച്ചാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും കുറച്ചൊരു കുറവ് കിട്ടും എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം നമ്മൾ പോസിറ്റീവായിരുന്നാൽ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് പോസിറ്റീവാക്കിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നെഗറ്റീവുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും നെഗറ്റീവായി പോകും. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കും എല്ലാവരുടെയും മുന്നിൽ നല്ല സ്റ്റാറായിട്ടിരിക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും ജീവിതത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.